നിലമ്പൂർ കോവിലകത്തെ പോലെ ഓലിവിടെ വന്നാൽ വിടരുത്. ഇവിടെ വേറെ ആയുധങ്ങളില്ലേ? കാവലിന് കൊണ്ടുപോയിരിക്കുക, കളപ്പുരയെ കാണും. അതേന്ന് കുറച്ച് എനിക്കും വേണം. അതിന് ഇവറ്റിങ്ങള് എവിടെയാ ആദ്യം കയറുന്നറിയില്ലല്ലോ. നമ്മൾ വെറുതെ ഓരോന്ന് ശങ്കിക്കുകയാണ് ഗോപി. ഇവിടേക്കൊന്നും അങ്ങനെ ആരെങ്കിലും വരുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ബുദ്ധിയില്ലാത്ത ജാതിയല്ലേ തിരുമേനി, എന്ത് ചെയ്യാനും മടിക്കില്ല. പോലീസും പട്ടാളവും പോയിട്ടാണെങ്കിൽ വിവരമൊട്ടില്ല. താനും നമ്മൾ കരുതിയിരിക്കണം. അതിനാ കാവലിന് നമ്മൾ ആളെ കൊണ്ടുവന്നത്. എന്താ ബീരൻ പറയൂ. ഭാര്യയും കുന്ന് സാജിയാര് 2-3 ചെക്കന്മാരെ അയച്ചിരിക്കുന്നു. എന്തിനെ പറയൂ. ഓലിക്ക് ഇവിടുത്തെ തോക്കോ വെച്ചു കുടിക്കാൻ ഇച്ചിരി നെല്ലോ അരിയോ കിട്ടിയാ വേണ്ടിയില്ലാന്ന്. തരില്ല. ഇവിടത്തെ ഖിലാഫത്തിന്റെ നേതാവ് വാര്യംകുന്നത്ത് ഹാജി. ഓന്റെ നെഞ്ചത്ത് വേണം ആദ്യത്തെ പിടി വെക്കാൻ. എന്നിട്ടും അവന് വേണ്ടി പിരിവെടുക്കാൻ വന്നിരിക്കുന്നു ഈ കോവിലകത്തെ കാര്യസ്ഥൻ. ഊറവിടെ ആവുമല്ലോ. മോൻ ഖാദർ ഹാജിയാർ വലങ്കയല്ലേ? ഇറങ്ങി പോടോ കേശവൻകുട്ടി. അരുത്. അമ്മാവൻ എന്ത് പറഞ്ഞാലും ഇവിടുന്ന് ഒരു പണി അരിയോ നെല്ലോ അവന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ബീരാൻ തന്നോട് ചോദിച്ചില്ലല്ലോ. ഇവിടുത്തെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ ഇയാൾ കാരണവരായിട്ട് മതി. ഇപ്പൊ ഞാനുണ്ടല്ലോ, പൊയ്ക്കൊള്ളൂ. അപ്പുണ്ണിക്ക് എന്താ വേണ്ടത് എടുത്തു കൊടുക്കൂ. തിരുമേനി, അപ്പോ അടിയനും ഇവിടെ കൊള്ളട്ടെ. ശരി. ചേക്കുട്ടിയുടെ സഹായത്തിന് നന്ദി. തമ്പ്ര, അടിയൻ എന്താ ചെക്കന്മാരോട് പറയേണ്ടി? ബീരാൻ, ഇവിടുന്ന് ഇറങ്ങിപ്പോയവര് എനിക്ക് വേണ്ടപ്പെട്ടവരാ. ഒന്നെന്റെ അനന്തരവനും. ഞാൻ ഇപ്പൊ എല്ലാം എടുത്തു തന്നാൽ അത് അവർക്കൊരു മുഴിച്ചിലാവും. ഒരു കാര്യം ചെയ്യൂ. തൽക്കാലം തന്റെ ഭർത്താത്തിനും കാണില്ലേ നെല്ലോ അരിയോ, തന്റെ തോട്ടത്തിലും കാണില്ലേ കായോ കിഴങ്ങോ, വേണ്ടത് കൊടുക്കൂ. താൻ കണക്ക് തന്നാ മതി. എന്താ? നന്നായി തമ്പ്ര. ആ, എന്തൊക്കെയോ കേൾക്കണു. നാട്ടിൽ ലഹള തുടങ്ങിയിരിക്കണോന്നൊക്കെ. അതിലൊന്നും പരിഭ്രമിക്കണ്ട. രാത്രി കഥകളിക്ക് വേണ്ട എന്താ വെച്ചാൽ ഒരുക്കിക്കോളൂ. അരുത്, നിറയുണ്ട്. വീരമാപ്പിള നെല്ലോ അരിയാണെന്ന് തോന്നുന്നു. എടുത്തു കൊടുത്തു. ചാക്കു കയറ്റി അവറ്റങ്ങൾ പോയി. ഞാൻ പറഞ്ഞില്ലേടോ തന്റെ അമ്മാവൻ നേരെ ആവില്ലെന്ന്. അയാൾ അവരുടെ ഭാഗത്താ. ഇക്കണക്കിന് നാളെ വാര്യംകുന്നം വന്ന് മോളെ ചോദിച്ചാലും കെട്ടിച്ചു കൊടുക്കുന്ന പുരാൻ. എവിടേക്കാടാ ഖിലാഫത്തുകാര് പോയത്? കടവത്തേക്ക്. ഓരെ വെട്ടി കൊല്ലിടാ. എന്താണ്ടേ? എന്നെ വെടിവെച്ച് കൂടുള്ളോലെ വെട്ടിക്കൊന്ന്. ആരെ? വടക്ക് കോലോത്ത് തമ്പ്ര. മാപ്പിളമാർ വരുന്നത്. സ്ത്രീകളും കുട്ടികളും ആദ്യം കയറിക്കൊള്ളി. എവിടേക്ക്? കൂട്ടം പറയാൻ നേരമില്ല. അവർ ചോദിക്കാം. ഒരുപാട് ആളുണ്ട്. തന്നെ എവിടാ തമ്പരാൻ? അകത്തുണ്ടെ തമ്പരാൻ പുറത്ത് ആളത്തെ വെക്കണാ നീ. എവിടെ പോയി കളിച്ചാലും തെരഞ്ഞു പിടിക്കണം. നടന്നോളെ നമ്മുടെ പരലിക്ക്. വെപ്പും തിന്നൊക്കെ അവിടെ നിന്നാവാം. കഴിച്ചിട്ട് ബാക്കി.
തിരുമേനി വേട്ടപ്പെട്ടികളെ ചെരുക്ക് വേറെ എവിടെ പോയാലും അറ്റുകൾ മണത്തറിയും. എന്നാലും അടിയന്റെ തേങ്ങാക്കൂട്ടിൽ അറ്റുകൾ തെറിയും തോന്നിയില്ല. വേറെ ഒന്നും അടിയനോട് പൊറുക്കണം. ശരി. മരി പെണ്ണുങ്ങളെല്ലാം ഒത്തുക്ക് പോയിക്കളി. മുത്ത് ഹാജിയാരെ, തമ്പുരാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ അനന്തരവനാണ് ഇതിന് മുഴുവൻ കാരണം. വീരാന്റെ തെളിവെടുക്കൂല. തമ്പുരാന്റെ അപ്പിയിൽ നിന്ന് കിടക്കണ ഈ സ്വന്തം മോനെ ഖിലാഫത്താണെന്നും പറഞ്ഞ് പോരേന്ന് ഇറക്കി വിട്ടോന്നല്ലേ? മുണ്ടരുത്. പറയടാ, ആരാ ഞങ്ങളെ കൂട്ടത്തിലുള്ള കൊന്നത്? ചേക്കുട്ടി സാഹിബ് കൂട്ടുന്ന കാവൽക്കാരാണ്. ചേക്കുട്ടി കൊണ്ടുവന്നല്ലോ. ഏഴൈറ്റങ്ങള് ഒന്നിനെയും ബാക്കി വെച്ചിട്ടില്ല ആചാരെ. തമ്പ്രാക്കള് കൽപ്പിക്കാണ്ട് കാവക്കാർ വെടിവെക്കോ? പറയടാ. പൊറുക്കണ ഹാജിയാരെ, തറവാട്ടുകാരുടെ ഭരണത്തിൽ അനന്തരം മിണ്ടാപ്രാണികളാണ്. എന്നിട്ടും ഖിലാഫത്തുകാരെ സഹായിക്കണമെന്ന് പറഞ്ഞ എന്നെ പട്ടിണി കിട്ടവനാ അമ്മാവൻ. കുട്ടി ഈ കൊലയ്ക്ക് കൽപ്പന കൊടുത്ത എന്റെ അമ്മാവനാണ്. കുലദ്രോഹി, എന്റെ വയറ്റിലൂറിയ വിഴുപ്പേ, ഏട്ടനെ പറ്റി ദോഷം പറഞ്ഞ നിന്റെ നാവ് പിടിച്ചു കേട്ടവളെ. മോറങ്ങടോ. ആങ്ങളോട് അത്ര പിരിയുണ്ടെങ്കില് പെങ്ങള് പോര്. പക്ഷെ ഒരാഴ്ച എന്റെ അകത്ത് തമ്പുരാൻ പുടി വന്നില്ലെങ്കില് പകരം എങ്ങനെ തലയാവും നമ്മൾ എടുക്കുക. എന്താ ആനയുടെ പേര്? ബലരാമൻ. മാറ്റി കോയക്കുട്ടി നാക്കണം. ഇതിനാ മാർക്കം കൂട്ടാനോ? എങ്ങോട്ട് പോയിടോ തമ്പുരാൻ? അടിയനറിയില്ലേ, ചിലപ്പോ അപ്പുണ്ണി തമ്പുരാന്റെ അടുത്തേക്കാവും. എന്നെ ഉപദ്രവിക്കരുത്. ഇല്ല അമ്പരാട്ടി, അടിയൻ ചെറിയലെ വെള്ളത്തിൽ കെട്ടി താത്തയുള്ളൂ. നടക്കി. അയ്യോ, എന്നെ കൊല്ലരുതേ. കൊല്ലണം. അയ്യോ, ഇവിടത്തെ കുടിയാന്മാരൊടിച്ച് ചെയ്ത കടുങ്കൈക്ക് അതാണ് വേണ്ടിയത്. വേണ്ട ആചാരെ, അതിലും വലിയ ചിച്ചൻ. നയിക്കാതെ കഴിഞ്ഞ ഈറ്റിങ്ങള് പാടത്തും പറമ്പത്തും ചേറിലും ചെളിയിലും ഒക്കെ പണിയെടുത്ത് കഴിയട്ടെ, അപ്പളെ പഠിക്കൂ. അല്ലാണ്ട് ദാഹിച്ച വെള്ളം നാട്ടുകാരെ ഈറ്റിങ്ങൾ കൊടുത്തു പോരുത്. എന്നാ ഈ തമ്പുരാട്ടിനും കൂടെ ആ കൂട്ടത്തിൽ വിട്. ആ ദാ, ഈ മാളി എഞ്ഞി അടിയാനുള്ളതാണ്. പോയി കേറിക്കോളി. കേറിണ്ടാ. ഇവിടെ കിടന്ന എന്തൊരു സുഖം എല്ലാതെ പോലെ